എല്ലാവർക്കും വന്ദനം. അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളും ദിവസങ്ങളും കർത്താവ് നമുക്ക് തരുന്നു. ആയുസ്സും ആരോഗ്യവും ദൈവം തരുന്നു. വചനത്തോടുകൂടി ഒരു ദിവസം ആരംഭിക്കുന്നു. ജീസസ് എവരിഡേയിലൂടെ നമ്മൾ കർത്താവിൽ ബലമുള്ളവരായി മാറുന്നു. എന്തൊരു പ്രത്യാശയാണ്. ഞാൻ നീണ്ട നാളുകളായിട്ട് ഇങ്ങനെ ഈ ദൈവവചനം പറഞ്ഞ് എൻ്റെ സന്തോഷം വർദ്ധിച്ചു, എൻ്റെ സമാധാനം വർദ്ധിച്ചു, എൻ്റെ പ്രതീക്ഷകൾ വർദ്ധിച്ചു. ഓരോ ദിവസവും ഇത് പറയുമ്പോഴാണ് അതിൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാകുന്നത്. നിങ്ങൾ കേട്ടിരിക്കുകയാണ്, നിങ്ങളിത് പറയണം. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ നോട്ട് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ നിങ്ങളോട് പറയണം, നിങ്ങളുടെ വീട്ടിൽ പറയണം, നിങ്ങൾ മറ്റുള്ളവരോട് പറയണം. അതായത് നടക്കും, ദൈവം ചെയ്യും, ദൈവം ഉയർത്തും, ഇതെല്ലാം നന്മയ്ക്കാണ്. ഇങ്ങനെയുള്ള വാക്കുകളാണ് ദൈവവചനം നമുക്ക് തരുന്നത്. വലിയ വലിയ വാഗ്ദത്തങ്ങളാണ് ദൈവവചനം തരുന്നത്. ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസി എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസം പറയുന്നയാള്, വിശ്വസിക്കുന്നയാള്, അതായത് വിശ്വാസത്താൽ ജീവിക്കുന്നയാൾ. എൻ്റെ നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും. ആശിക്കുന്നതിൻ്റെ ഉറപ്പോടെ, കാണാത്ത കാര്യങ്ങളെ നിശ്ചയത്തോടെ ജീവിക്കുന്നയാളെയാണ് വിശ്വാസി എന്ന് പറയുന്നത്. നടക്കും, മറുപടികൾ ഉണ്ടാകും, പ്രാർത്ഥനയ്ക്കൊരു മറുപടി ഉണ്ടാകും. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും, യേശു കണ്ണുനീര് തുടയ്ക്കും. ഇല്ലാത്ത മറുപടികൾ ഞാൻ കാണും, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ നന്മകൾ കാണും. ഇതൊക്കെ അങ്ങോട്ട് പറയുക. നിങ്ങൾ പറയുന്നത് പോലെ അത് സംഭവിക്കും. നമ്മൾ പറയുന്നത് പോലെ സംഭവിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റിസോർട്ടിൽ പാർത്തു. ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയപ്പോൾ കൊച്ചിയിൽ. ആ കാര്യം ഞാൻ എൻ്റെ ചർച്ചയിൽ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഒരു മോള് ചർച്ചിൽ അത് ഓർപ്പിച്ചു. അതായത് ഒരു ഓസ്ട്രേലിയക്കാരി മദാമ്മ, ഇംഗ്ലീഷുകാരി, അവർ ഈ റിസോർട്ട്, ഞാൻ പാർത്ത ആ റിസോർട്ടിൽ വന്ന് പാർത്തത് ആ റിസോർട്ടിൻ്റെ ഉടമസ്ഥൻ എന്നോട് പറഞ്ഞതാണ്. അതായത് ആ സ്ത്രീയുടെ ഒരു വശം തളർന്നു പോയി. റിസപ്ഷനിൽ ഇരിക്കുമ്പോൾ ഒരു വശം അങ്ങോട്ട് കോച്ചി തളർന്നു പോയി. അവർ വിശ്വാസിയല്ല, അവർ ദൈവത്തെ വിശ്വസിക്കുന്നില്ല. അങ്ങനത്തെ ഒരു സ്ത്രീ. എന്നാൽ ആ സ്ത്രീ പേടിച്ചില്ല. ഒരു വശം തളർന്ന് കോടിക്കൊണ്ടിരിക്കുമ്പോൾ കൈ ചലനം നഷ്ടപ്പെട്ടു, കൈ ഇങ്ങനെ വളയാൻ തുടങ്ങി, കാല് ചലനം നഷ്ടപ്പെട്ടു, ഒരു വശം ഇങ്ങനെ കോടി വന്നപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഇല്ല, ഞാൻ സമ്മതിക്കില്ല, എൻ്റെ കാല് എനിക്ക് വേണം. കാല് നേരെയാക്, കയ്യെ നേരെയാക്, എൻ്റെ മുഖം നേരെയാകട്ടെ. ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് എങ്ങനെ വന്നോ അങ്ങനെ തിരിച്ചു പോയിക്കൊള്ളണം. ഇത് എൻ്റെ കൽപ്പനയാണ്. മര്യാദക്ക് എൻ്റെ കാല് നേരെയാകും, മര്യാദക്ക് എൻ്റെ കൈ നേരെയാകും, മുഖം ശരിയാകട്ടെ. ഉടനെ ആ റിസപ്ഷനിലുള്ള ആൾക്കാർ നോക്കി നിൽക്കുമ്പോൾ ഈ സ്ത്രീ ആരോഗ്യവതിയായി, ഒരു കുഴപ്പവുമില്ല. ദൈവത്തെ വിളിക്കാത്തവർക്ക് ഇത്രയും വിശ്വാസമെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ എത്ര ഭയങ്കരം വിശ്വാസം. ആ സ്ത്രീക്ക് ആ സ്ത്രീയുടെ വാക്കിൽ വിശ്വാസമുണ്ട് എങ്കിൽ നമുക്ക് നമ്മുടെ ദൈവത്തിലുള്ള വിശ്വാസം എത്ര വലുതാണ്. എൻ്റെ ദൈവത്താൽ അത് നടക്കും. രോഗമേ പുറത്തു പോ, ട്യൂമറെ പുറത്തു പോ, ക്യാൻസറെ പുറത്തു പോ, സമ്മതിക്കില്ല, ഇത് ദൈവത്തിൻ്റെ മന്ദിരമാണ് എന്ന് പറഞ്ഞ്, വിശ്വാസം പറഞ്ഞ് സാഹചര്യങ്ങളെ ജയിക്കേണ്ട നാം ഇപ്പോഴും ശാപത്തിന്, രോഗത്തിന് അടിമയായെങ്കിൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം നമുക്കാണ്. 2000 വർഷം മുമ്പ് യേശു നമ്മുടെ ശാപങ്ങളും രോഗങ്ങളും എല്ലാം ക്രൂശിൽ വഹിച്ചെന്ന്, യേശുവിൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നെന്ന് ഇത് ക്ലെയിം ചെയ്യണം നമ്മൾ. ഒരു വക്കീൽ കോടതിയിൽ എങ്ങനെയാണ് വാദിക്കുന്നത്? ഓരോ വകുപ്പ്, 304 വകുപ്പ് പ്രകാരം ഇന്നതുപോലെ വേണം എന്ന് പറഞ്ഞ് ഓരോ വകുപ്പുകളും എഴുതിയിരിക്കുന്ന പ്രമാണങ്ങളും വെച്ചാണ് അവർ വാദിക്കുന്നത്. ഇതുപോലെ ദൈവവചനത്തിലെ ഓരോ വാക്യങ്ങൾ വെച്ചുകൊണ്ട് രോഗത്തോടും പ്രകൃതിയോടും സാമ്പത്തിക ഞെരുക്കത്തോടൊക്കെ കൽപ്പിക്കണം. നാം സാഹചര്യങ്ങളെ മാറ്റണം. വചനം പറഞ്ഞ് സാഹചര്യം മാറ്റണം. ജീസസ് എവരിഡേയിലൂടെ എനിക്കുണ്ടാകുന്ന ഗുണം ഇതാണ്. ഞാനിത് നിങ്ങൾക്ക് വേണ്ടി പറയുന്നുണ്ടെങ്കിലും എനിക്കിത് ഗുണമാവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ
ഞാൻ ഈ പ്രസംഗിച്ചതെല്ലാം ഞാനത് ഏറ്റെടുക്കും. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക. കർത്താവ് ബലപ്പെടുത്തട്ടെ. അപ്പോസ്തല പ്രവൃത്തിയിൽ 27-ാം അധ്യായത്തിൽ 26 നമ്മൾ വായിച്ചു. പൗലോസ് പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കും ഒരു കേടും വരില്ല. എങ്കിലും നമ്മളൊരു ദ്വീപിൽ ഈ കപ്പൽ ഇടിച്ച് അത് വീഴും. അതുവരെയും പറഞ്ഞു. 27-ാം വാക്യം, 14-ാം രാത്രിയായപ്പോൾ ഞങ്ങൾ അദ്രിയ കടലിൽ അലയുന്നേരം അർദ്ധരാത്രിയിൽ ഒരു കരയ്ക്ക് സമീപിക്കുന്നു എന്ന് കപ്പൽക്കാർക്ക് തോന്നി. എല്ലാവർക്കും തോന്നിയില്ല. കപ്പൽക്കാർക്ക് മനസ്സിലായി ഏതോ ഒരു ദ്വീപിനോട് അടുക്കുകയാണ്. അങ്ങനെ അവർ ഈയമിട്ട് 28 മാറെന്ന് കണ്ടു. കുറെ അപ്പുറം പോയിട്ട് വീണ്ടും ഈയമിട്ടു 15 മാറെന്ന് കണ്ടു. 20 എന്നുള്ളത് 15 മാറി. അതായത് കരയോടടുക്കുന്നു. വെള്ളത്തിന്റെ ആഴം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. പാറ സ്ഥലങ്ങളിൽ അകപ്പെടുമെന്ന് പേടിച്ചവർ അമരത്ത് നിന്ന് 4 നങ്കൂരം ഇട്ട് നേരം വെളുപ്പാൻ ആഗ്രഹിച്ചു കൊണ്ടിരുന്നു. എന്നാൽ പൗലോസ് ചില കാര്യങ്ങൾ മനസ്സിലാക്കി. കപ്പൽക്കാർ കുറെ കാര്യം മനസ്സിലാക്കി, കരയോട് അടുക്കുന്നുവെന്ന്. എന്നാൽ പൗലോസ് ആരും മനസ്സിലാക്കാത്ത കാര്യം ആത്മാവിൽ മനസ്സിലാക്കി. അതാണ് 30-ാം വാക്യം. എന്നാൽ കപ്പൽക്കാർ കപ്പൽ വിട്ട് ഓടിപ്പോകാൻ വിചാരിച്ച് അണിയത്ത് നങ്കൂരം ഇടുവാൻ പോകുന്നു എന്ന ഭാവത്തിൽ തോണി കടലിൽ ഇറക്കി. എന്തിനാണ്? കപ്പലിലെ ജോലിക്കാര് തോണി കടലിൽ ഇറക്കി ദ്വീപിലോട്ട് രക്ഷപ്പെടാൻ പോവുകയാണ്. അത് കടലിൽ കിടക്കുകയാണ്. രക്ഷപ്പെടുന്നത് ഇവരെയും കൂടി രക്ഷിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. എന്നാൽ ഇതിനകത്തൊരു ചതിയുണ്ടെന്ന് ആര് മനസ്സിലാക്കി? 276 പേരുടെ കൂട്ടത്തിൽ ഈ ജോലിക്കാരൊഴികെ ബാക്കി ആരും ഇതറിയുന്നില്ല. എന്നാൽ പ്രാർത്ഥിക്കുന്നവൻ അത് മനസ്സിലായി. എന്തോ ചതി നടക്കാൻ പോകുന്നു, എന്തോ ഒരു ചതി ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് ഉള്ളവരുടെ പ്രത്യേകത ഇതാണ്. ആരെങ്കിലും ഒരു ചതി കൂട്ടത്തിലുള്ളവർ ചെയ്യാൻ പോയാൽ അത് കർത്താവ് വെളിപ്പെടുത്തി തരും. പൗലോസ് 31-ാം വാക്യത്തിൽ, അപ്പോൾ പൗലോസ് ശതാധിപനോടും പടയാളികളോടും, ഇവർ കപ്പലിൽ താമസിച്ചല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞു. ഇവരില്ലെങ്കിൽ കപ്പലിനെ കരയിലോട്ട് എത്തിക്കാൻ പറ്റില്ല. ഇത്രയും വലിയ ചരക്ക് കപ്പൽ, അതിനകത്തുള്ള ചെറിയ ബോട്ടുകൾ അവർ വെള്ളത്തിലിറക്കി ബോട്ടിൽ അവർ രക്ഷപ്പെട്ടാൽ ഈ കപ്പൽ ഇതോടെ തീർന്നു. ഇതിനെ കരക്കെത്തിക്കാൻ അവർ വേണം. പടയാളികൾക്കോ ശതാധിപനോ ഇതൊന്നും മനസ്സിലായില്ല. എന്നാൽ പൗലോസിന് മനസ്സിലായി. ചതികൾ മനസ്സിലാക്കാനുള്ള ഒരഭിഷേകം ഇന്നിത് കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും കർത്താവ് തരട്ടെ. നിന്റെ ബിസിനസ് പാർട്ട്ണർ നിന്നെ ചതിക്കാൻ പോകുന്നതിന് മുമ്പേ ആ ചതി കണ്ടുപിടിച്ചാൽ, നിന്റെ കൂടെ ജോലി ചെയ്യുന്ന ചിലർ നിന്നെ ചതിക്കാൻ പോകുന്നതിന് മുമ്പേ ആ ചതിയൊന്ന് മനസ്സിലാക്കിയാൽ, നിന്റെ ബന്ധുക്കൾ നിന്നെ ചതിക്കാൻ പോകുന്നതിന് മുമ്പേ ആ ചതിയൊന്ന് മനസ്സിലാക്കിയാൽ എത്ര എളുപ്പമായിരുന്നു. അത് പരിശുദ്ധ ആത്മാവ് പ്രാർത്ഥിക്കുന്നവർക്കത് മനസ്സിലാക്കി തരും. നീ ദൈവ പൈതലാണോ? ഒരു ചതി സംഭവിക്കും മുമ്പേ കർത്താവ് അത് നിനക്ക് വെളിപ്പെടുത്തും. ഇതോ ഹേരോദ രാജാവ് യേശു കുഞ്ഞിനെ കൊല്ലാൻ പദ്ധതിയിടുന്നു. വിദ്വാൻമാരോട്, ജ്ഞാനികളോട് ചോദിച്ചറിഞ്ഞ കണക്ക് പോലെ 2 വയസ്സും അതിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും, ആ ബേത്ലഹേമിലുള്ള അതിരുകളോളമുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും, ആൺകുഞ്ഞുങ്ങളെയും കൊല്ലാനുള്ളൊരു പ്ലാൻ, ഒരു ചതിപ്രയോഗം ഹേരോദ രാജാവ് ഒരുക്കി. ഉടനെ സ്വർഗം അതറിഞ്ഞു. സ്വപ്നത്തിൽ ഒരു ദൈവദൂതൻ ജോസഫിനോട് പറഞ്ഞു, കുഞ്ഞിനെയും അമ്മയെയും കൂട്ടി മിസ്രൈമിലേക്ക് പോയിക്കൊള്ളുക. ഹേരോദ രാജാവ് ശിശുവിനെ കൊല്ലാൻ പദ്ധതിയിടുന്നു. ഒരു ചതി വരുന്നതിന് മുമ്പ് ചതിയെ തിരിച്ചറിയാനുള്ള കൃപ ദൈവത്തിന്റെ പദ്ധതിയിലുള്ളവർക്ക് ദൈവം തരും. നിന്നെ ചതിക്കാൻ കഴിയില്ല. പല ദൈവമക്കളും ചതിയിൽ അകപ്പെടുന്നത് ദൈവശബ്ദം കേൾക്കാഞ്ഞിട്ടാണ്.
പൗലോസ് ദൈവത്തിൽ ഏകാഗ്രചിത്തനാണ്. ദൈവശബ്ദം കേൾക്കാം. ദൈവം നമ്മളോട് സംസാരിക്കുന്ന കാര്യം പലപ്പോഴും നമ്മൾ അറിയുന്നില്ല. ഒരു ചതി വരുമ്പോൾ നമ്മൾ അറിയുന്നില്ല. പത്തനംതിട്ടയിൽ വർഷങ്ങൾക്ക് മുമ്പ് വലിയൊരു ഉരുൾപൊട്ടലുണ്ടായി. വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ ഒരു 10-25 കൊല്ലം മുമ്പ്. ഇന്ന് കാണുന്ന ഉരുൾപൊട്ടലൊന്നുമല്ല, 25 കൊല്ലം മുമ്പ്. അന്ന് എൻ്റെ സ്നേഹിതനായ പാസ്റ്റർ MJ സൈമൺ, അദ്ദേഹം എനിക്ക് തോന്നുന്നു അവിടുത്തെ പത്തനംതിട്ടയിലെ ഒരു ഗ്രാമപ്രദേശമാണ്, ഒരു കുന്നിൻ പ്രദേശമാണ്. അവിടെയാണ് പാർക്കുന്നത്. അദ്ദേഹം അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ കർത്താവ് വിളിച്ചുണർത്തി, വലിയ അനർത്ഥം വരാൻ പോകുന്നു, നീ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കും. ആ ശബ്ദം കേട്ടെങ്കിലും എഴുന്നേറ്റെങ്കിലും ഉറക്കം വന്നുകൊണ്ട് തിരിച്ച് കിടന്നുറങ്ങി. നേരം വെളുക്കാറായപ്പോൾ ഒരു 3 മണിയായപ്പോൾ ആൾക്കാരുടെ നിലവിളി കേൾക്കാം താഴ്വരയിൽ നിന്ന്. എഴുന്നേറ്റ് നോക്കുമ്പോൾ ഫ്രിഡ്ജൊക്കെ തലയിൽ വെച്ചുകൊണ്ട് ആൾക്കാർ കുന്നിന്റെ മുകളിലോട്ട് കയറി വരുന്നു. ഭയങ്കര ഒഴുക്ക്, മരങ്ങളെല്ലാം കടപുഴങ്ങി ഒഴുകിപ്പോകുന്നു. ആന വരെ ഒഴുകിപ്പോയി. അതുപോലത്തെ ഒരു ഭയങ്കര വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലുമായിരുന്നു. ഭയങ്കര സംഭവമായിരുന്നു. അപ്പോൾ കർത്താവിന്റെ ദാസൻ MJ സൈമൺ പറഞ്ഞത്, കർത്താവ് എന്നോടിത് പറഞ്ഞതാണ്, എന്നാൽ ഇത് മാറിപ്പോകാൻ പ്രാർത്ഥിക്കാൻ എന്നെ ഏൽപ്പിച്ചതാണ്, ഞാൻ പ്രാർത്ഥിച്ചില്ല. ഇതുപോലെയുള്ള കാര്യങ്ങൾ നേരത്തെ കർത്താവ് പറയും, പ്രാർത്ഥിക്കുന്നേ, നീ പ്രാർത്ഥിച്ചാൽ മാറിപ്പോകും. ഈ ഭൂമിയിൽ പല സംഭവങ്ങളും അനിഷ്ട സംഭവങ്ങളും നടക്കാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിച്ചാൽ ഇത് മാറിപ്പോകും. ഇതാ കപ്പൽക്കാർ ചതിക്കാൻ പോകുന്ന കാര്യം പൗലോസിന് വെളിപ്പെട്ടു. ഇതുപോലെ ചതിയെ വെളിപ്പെടുത്തുന്ന ദൈവം നിനക്കും നിന്റെ കൂടെയുള്ളവർക്കും ദോഷം ചെയ്യാൻ സാധ്യതയുള്ളത് അത് സംഭവിക്കുന്നതിന് മുമ്പേ കർത്താവ് വെളിപ്പെടുത്തും. പൗലോസ് ശതാധിപനോടും അവിടെയുള്ള പട്ടാളക്കാരോടും പറഞ്ഞു, നിങ്ങൾക്ക് രക്ഷപ്പെടണോ, ഇവർ കപ്പലിൽ താമസിക്കണം. അവരെന്ത് ചെയ്തു? പടയാളികൾ തോണിയുടെ കയർ അറുത്ത് അത് വീഴിച്ചു കളഞ്ഞു. അങ്ങനെ അവർക്ക് ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന പഴുത് അടച്ചു കളഞ്ഞു. പ്രാർത്ഥിക്കുന്നവൻ, ദൈവശബ്ദം കേൾക്കുന്നവൻ, ദൈവത്തിൻ്റെ ആലോചനയുള്ളവൻ, അങ്ങനെ ഒരാളുണ്ടെങ്കിൽ എവിടെയും അനർത്ഥങ്ങൾ വ്യസനകാരണമായി തീരില്ല. എവിടെയും സാധ്യതകൾ ഉണ്ടാകും. പിശാച് കൊണ്ടുവരുന്നതെല്ലാം പരാജയപ്പെടും. അതുകൊണ്ട് പിശാച് കൊണ്ടുവരുന്ന ദുഷ്ടതന്ത്രങ്ങളെ തിരിച്ചറിയാനുള്ള വിശേഷമായ അഭിഷേകം പൗലോസിനെ പോലെ ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങളെ നശിപ്പിക്കുവാൻ, ഞങ്ങളെ തകർത്ത് കളയുവാൻ പലതരത്തിലും പിശാച് ഒരുക്കുന്ന പിശാചിൻ്റെ കെണികളെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് അതിജീവിക്കുവാൻ വേണ്ട വിശേഷമായ ജ്ഞാനവും വിശേഷമായ കൃപയും ഞങ്ങൾ അങ്ങയോട് ചോദിക്കും. യേശുവിൻ്റെ നാമത്തിൽ പൗലോസ് ആ കപ്പൽക്കാരുടെ ചതിയെ തിരിച്ചറിഞ്ഞതുപോലെ ഞങ്ങൾക്ക് വിരോധമായിട്ടുള്ള എല്ലാ ചതികളെയും തിരിച്ചറിഞ്ഞ് അതിനെ മുളയിലെ നുള്ളിക്കളയുവാൻ ഞങ്ങൾക്ക് പ്രത്യേകം അഭിഷേകവും പ്രത്യേകം കൃപയും തരണമേ. ഇത് കേൾക്കുന്നവർക്കതുണ്ടാകട്ടെ. ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കും. ഈ ആഴ്ചയിൽ നടക്കുന്ന കുഞ്ഞുങ്ങളുടെ എല്ലാ പരീക്ഷകളും അനുഗ്രഹമാകട്ടെ. ഇത് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കുടുംബങ്ങളിലും പരീക്ഷയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠനത്തിൻ്റെ നല്ല അന്തരീക്ഷം ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവിൽ ബലപ്പെടാം. നാളെ ഇതേ സമയത്ത് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു. യേശുവിൻ സ്വന്തം ഹല്ലേലൂയ. എന്നുടെ ഭാഗ്യം ചൊല്ലിക്കൂടാ. പഴയതെല്ലാം കഴിഞ്ഞു പോ.
സ്നേഹം